ഞാൻ നിലവാരമില്ലാത്തവനായി എന്നാണ്. സാർ, അങ്ങ് എന്നെക്കുറിച്ച് നല്ല ഒരു വാക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിഷമിച്ചു പോയത്. സാർ, ഞാൻ ഭയങ്കര വിശ്വാസിയാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അങ്ങയെ പോലെ ഒരു അഴിമതിക്കാരനാകരുതെന്നും അതുകൊണ്ട് എന്റെ നിലവാരം ഇളക്കാൻ അങ്ങ് വരണ്ട. എന്റെ നിലവാരം ഇളക്കാൻ അങ്ങ് വരണ്ട. പിന്നെ പാർലമെന്ററി കാര്യമന്ത്രി നിങ്ങള് ബഹുമാനപ്പെട്ട അംഗങ്ങൾ സഭക്കകത്ത് ഇത്തരം പരാമർശം നടത്തുന്ന രീതി ശരിയല്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചെയറിനെതിരായിട്ടാണ് അധിക്ഷേപം ഉരിഞ്ഞത്. ചെയറിനെതിരായിട്ടാണ് അങ്ങേയറ്റം നിലവാരമില്ലാത്ത വാക്കുകൾ പ്രയോഗിച്ചത്. അതിന്റെ ഭാഗമായാണ് പാർലമെന്ററി കാര്യവും മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അത് സഭാരേഖ നീക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് ഒന്നോർത്ത് നോക്കൂ എന്നാണ് പറഞ്ഞത്. ഒന്ന്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു മിനിറ്റ് ഞാൻ പറയാം. ബഹുമാനപ്പെട്ട LOP ഒരു മിനിറ്റ് പറയാം. അതെ, ഞാൻ പറഞ്ഞതിനെ സംസാരിച്ചോ? മൈക്ക് കൊടുത്തിട്ടില്ല അവിടെ മൈക്ക് കൊടുത്തിട്ടില്ല. ഞാനല്ലേ സംസാരിക്കുന്നത്, അവിടെ മൈക്ക് കൊടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രിയും അതുപോലെ പരാമർശം നടത്തി, എനിക്കെതിരായി പരാമർശം നടത്തി. ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകേണ്ട ഒരാളാണ് പാർലമെന്ററി കാര്യമന്ത്രി. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ വകുപ്പ് പോലും ഭരിക്കാൻ ശേഷിയില്ല. വേറെ ആളുകളാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് അവരൊന്നും ഞങ്ങളെ അളവെടുക്കണ്ട. സാർ, ഈ സഭയിൽ MP രാഘവനെ തല്ലിച്ചതച്ചിട്ടില്ലേ? അന്ന് ആരായിരുന്നു പാർലമെന്ററി പാർട്ടി ലീഡർ? ഈ സഭ തല്ലിപ്പൊളിച്ചപ്പോ പുറത്തു നിന്ന് അതിനൊത്താശ കൊടുത്ത ആരാണ് സാർ?